നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. മത്സ്യഗന്ധി എന്നുള്ള പ്ലേയിൽ നിന്നുള്ള ഒരു എസ്സേ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഈ എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള പോയിന്റ്സ് എടുത്ത് നിങ്ങൾക്ക് അത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Malsegandhi is a one-act play written by Sajida Madathil about challenges faced by fishing community in the modern age, especially in the age of globalization. So, Malsegandhi ഒരു one-act play ആണ്. സജിത മഠത്തിലാണ് ഈ ഒരു പ്ലേ എഴുതിയിരിക്കുന്നത്. മോഡേൺ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ഏജിൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഗ്ലോബലൈസേഷൻ്റെ ആഗോളവൽക്കരണം വന്നതിന് ശേഷം ഫിഷിംഗ് കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ കൂടിയാണ് ഇവിടെ പറയുന്നത്. Writer portrays the negatives of modern technology in fishing, how it affects the lives of fishermen, their problems, threats they faced, challenges at the fish market, and atrocities fisherwomen faced nowadays. അതുപോലെ മെയിൻ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, മോഡേൺ ടെക്നോളജിയുടെ നെഗറ്റീവ്സും അതുപോലെ ഫിഷർമെനിൻ്റെ ജീവിതത്തിനെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്, എന്തൊക്കെ ത്രെഡ്സ് ആണ്, ചലഞ്ചസ് ആണ്, അതുപോലെ എന്തൊക്കെ അട്രോസിറ്റീസ്, എന്തൊക്കെ ദുരന്തങ്ങളാണ് ഫിഷർ വുമൺ ഫേസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മെക്കനൈസ്ഡ് ഫിഷിംഗ് മോട്ടോർ ബോട്ട്സ് ആൻഡ് ട്രോളർ നെറ്റ്സ് അഫക്റ്റഡ് ദ ലിവ്സ് ഓഫ് പുവർ ഫിഷർമെൻ. അതായത് മെഷീൻ ഘടിപ്പിച്ച മോട്ടോർ ബോട്ട്സ് ആയിക്കോട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ ട്രോളിംഗ് നെറ്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇപ്പോൾ പുവർ ഫിഷർമെൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലേ ഡീൽസ് വിത്ത് ദ പ്ലൈറ്റ് ഓഫ് ലിവ്സ് ഓഫ് പുവർ ഫിഷർമെൻ ഡിപ്പെൻഡ്സ് ഓൺ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഫിഷിംഗ്. പരമ്പരാഗത രീതിയിലുള്ള മീൻ പിടുത്തം ഉപജീവന മാർഗമാക്കിയിട്ടുള്ള കുറേയധികം ഫിഷർമെൻ ഉണ്ട്. അവരെ ഈ മോഡേൺ രീതികൾ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. The title of the play Malsegandhi is based on Satyavati, a character from Mahabharata. മഹാഭാരതത്തിലെ സത്യവതി എന്നുള്ള ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ടൈറ്റിൽ വന്നിട്ടുള്ളത്. ദ സ്റ്റോറി ഇസ് ദ ഫോം ഓഫ് എ മോണലോഗ്. മോണലോഗ് എന്ന് പറയുന്നത് ഒരാൾ തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് മോണലോഗ് എന്ന് പറയുന്നത്. അയാൾ തന്നെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുന്നിൽ ഓഡിയൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് അയാൾ ഇങ്ങനെ ഡയലോഗ് പറയുന്നു. അതാണ് മോണലോഗ് എന്ന് പറയുന്നത്. ഏകാംഗ നാടകം എന്ന് വേണമെങ്കിൽ പറയാം. സെൻട്രൽ ക്യാരക്ടർ ഇസ് എ ഫിഷർ വുമൺ ഹു ഷെയർസ് ഹർ വറീസ് ഓൺ ദ സ്റ്റേജ് ത്രൂ എ ഡ്രീം ലൈക്ക് സ്വീക്വൻസ്. ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ഒരു ഫിഷർ വുമൺ ആണ്. അവരുടെ വിഷമങ്ങൾ അവരിങ്ങനെ ഒരു ഡ്രീം ലൈക്ക് സീക്വൻസിലൂടെ പ്രകടിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ പ്ലേ ദ സീൻ ഷിഫ്റ്റ്സ് ഫ്രം വൺ പ്ലേസ് ടു ദ അതർ, സീഷോർ, ഹോം, ഹാർബർ, ബോട്ട്സ്, മാർക്കറ്റ്, ബസ് സ്റ്റോപ്പ് എക്സെട്ര. ഈ പ്ലേ ഫുള്ളായിട്ട് സീൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സീഷോറിലേക്ക്, ഹോമിലേക്ക്, ഹാർബറിലേക്കൊക്കെ ഇങ്ങനെ സീൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. The advancement in fishing gives way to rise of commercial boats and ships. So ഫിഷിങ്ങിൻ്റെ ശരിക്കും പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫിഷിംഗ് ഇങ്ങനെ ആ ഒരു ഫിഷിംഗ് രീതി തന്നെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കൊമേഴ്സ്യൽ ബോട്ട്സും ഷിപ്സും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. She is describing her poor but happy and peaceful life till the arrival of a new harbor in their locality. അവരുടെ ലൊക്കാലിറ്റിയിൽ പുതിയൊരു ഹാർബർ വരുന്നതിന് തൊട്ട് മുൻപ് വരെ അവർ വളരെ സന്തോഷവതിയായിരുന്നു എന്ന് പറയുന്നു. അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു, പക്ഷേ സന്തോഷവും സമാധാനവും അവർക്ക് ഉണ്ടായിരുന്നു ഹാർബർ വരുന്നിടം വരെ എന്ന് പറയുന്നു. At first they feels happy with the news of harbor because she hopes that people on the shore will get job at the harbor and at the big hotels. ആദ്യം ഹാർബർ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു. കാരണം അവരുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് തൊഴിൽ കിട്ടും, ഹോട്ടൽസിലും ഹാർബറിലുമൊക്കെ തൊഴിൽ കിട്ടും, പുതിയ തൊഴിലവസരങ്ങൾ വരുമെന്ന് കരുതി അവർ സന്തോഷിച്ചിരുന്നു. ലേറ്റർ ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ്സ് ക്രിയേറ്റ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ദർ ലൈഫ്. പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നുവെന്ന്. Through her comparison of present lives and past lives and her recollections of her childhood, her days with her mother, audience get an idea about what happening there. പിന്നീട് പഴയ ജീവിതവും പുതിയ ജീവിതവും തമ്മിലുള്ള കമ്പാരിസണോടുകൂടിയും അവരുടെ കുട്ടിക്കാലത്തെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ, അമ്മയും മറ്റുള്ള ദിവസങ്ങൾ ഒക്കെ പറയുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നത് എന്നുള്ളത്. ഷീ ടെൽസ് പതറ്റിക് കണ്ടീഷൻ ഓഫ് വിമൺ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഷീ ഫേസ്ഡ് ഇൻ ബസ് സ്റ്റോപ്സ്, മാർക്കറ്റ്, ഹാർബർ എക്സെട്ര. പതറ്റിക് കണ്ടീഷൻ ഓഫ് വിമൺ പറയുന്നുണ്ട്, ഡിസ്ക്രിമിനേഷൻ വേർതിരിവിനെ പറ്റി പറയുന്നുണ്ട്. ഫിഷർ വുമൺ ബസ് സ്റ്റോപ്പിലും ഹാർബറിലും മാർക്കറ്റിലും ഒക്കെ അനുഭവിക്കുന്ന ആ ഒരു വേർതിരിവിനെ പറ്റി കൂടി പറയുന്നു. ഓൺലി റിച്ച് ക്യാൻ സർവൈവ് ഇൻ ദ സൊസൈറ്റി. ഈ സൊസൈറ്റിയിൽ പണക്കാർക്ക് മാത്രമേ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നവർ പറയാണ്. ദ സ്ട്രഗിൾസ് ഓഫ് എ ഫിഷർ വുമൺ സ്റ്റാർട്ട്സ് ഏർലി ഇൻ ദ മോർണിംഗ് ടിൽ നൈറ്റ്. രാത്രി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രഗിൾ, അതായത് ഏർലി മോർണിംഗ് ടിൽ നൈറ്റ് വരെ ഈ സ്ട്രഗിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു ഫിഷർ വുമൻ്റെ ലൈഫിൽ.
People cannot even think of a day without fish, but they cannot accept fish vendors coming near them because of their fish stink. ആളുകൾക്ക് ഫിഷ് ഇല്ലാത്തൊരു ദിവസത്തെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല, എന്നാൽ ഫിഷ് വെൻഡേഴ്സിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. കാരണം അവർ ഫിഷ് സ്റ്റിങ്ക് ഉണ്ട്, അതായത് മീൻ സ്മെല്ലുള്ളത് കൊണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു രീതിയാണ് ആളുകൾക്ക്. എന്നാൽ തീന്മേശയിൽ മീനില്ലാത്തൊരു ദിവസത്തെ പറ്റി അവർക്ക് ചിന്തിക്കുവാനും പറ്റില്ല. This pathetic situation portrays beautifully through the bus stop scene. So bus stop sceneലൂടെ ഈ ഒരു സിറ്റുവേഷൻ പോർട്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബസ് സ്റ്റോപ്പ് സീൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ആ ക്ലാസ് കാണാത്തവർ കണ്ടു നോക്കാം. The buses will not permit her to get in as she has fish stink. മീനിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് ബസ് ശരിക്കും അവരെ ബസ്സിൽ കയറാനായിട്ട് ബസ്സിൻ്റെ കണ്ടക്ടറും ഒന്നും സമ്മതിക്കുന്നില്ല. The domination of male in the fish market and the monopoly of men, all the tiny spots will be conquered by puffed up males, leaving those unhygienic places for women, lack of proper sanitation facilities, pure drinking water, etc. shows the reality. അതുപോലെ പുരുഷ മേധാവിത്വം ഫിഷ് മാർക്കറ്റിലും ഉണ്ട് എന്ന് കാണിക്കുന്നു. പുരുഷൻ്റെ ആ ഒരു മേധാവിത്വത്തെ പറ്റിയിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളും പഫ്ഡ് അപ്പ് മെയിൽസ്, അത് ഇൻവെർട്ടഡ് കോമേഴ്സിൽ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ലൈൻ ആയതുകൊണ്ടാണ്. അപ്പം ശരിക്കും മെയിൽ ടൈഡി ആയിട്ടുള്ള സ്പോട്ടുകളെല്ലാം പുരുഷന്മാർ കൈയടക്കുന്നു. സ്ത്രീകൾക്ക് അൺഹൈജീനിക് ആയിട്ടുള്ള പ്ലേസ് ആണ് കിട്ടുന്നത്. അതുപോലെ പ്രോപ്പർ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇല്ല, ഡ്രിങ്കിങ് വാട്ടർ ഇല്ല. ആ അവസ്ഥകളൊക്കെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. റൈറ്റർ കണക്ട്സ് ദിസ് പ്ലേ വിത്ത് റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട് റൈറ്റർ ഈ പ്ലേയെ കണക്ട് ചെയ്യുന്നുണ്ട്. ഷീ റെഫേഴ്സ് ടു ഫ്ലോറി എന്നൊരു ലേഡിയെ പറ്റി പറയുന്നു. അവർ 3 പബ്ലിക്കിനാൽ റേപ്പ് ചെയ്യപ്പെട്ട 3 വ്യക്തികളാൽ റേപ്പ് ചെയ്യപ്പെട്ടൊരു സ്ത്രീയാണ്. പ്രശാന്ത് നഗർ ഹൗസിംഗ് കോളനി ഉള്ളൂരിൽ 2020 ആ ഒരു സംഭവം. അത് അവരിവിടെ പറയുന്നുണ്ട്. ഷീ പ്ലീഡഡ് ഫോർ ഹെൽപ്പ് ടു മെനി ഇൻക്ലൂഡിംഗ് ദ ഹൗസ് വൈഫ്സ്, ബട്ട് ഓൾ ഓഫ് ദം ടേൺ ദെയർ ബാക്ക്. സോ പല സ്ത്രീകളോടും, പ്രത്യേകിച്ച് ഹൗസ് വൈഫിനോട് അവർ സഹായത്തിനായിട്ട് ചെന്നുവെങ്കിലും ഒരു സ്ത്രീകളും അവരെ ഹെൽപ്പ് ചെയ്തില്ല. ദ റഫ്യൻസ് ആർ റെഡിക്കുലസ്ലി കോൾഡ് 3 sages. ഈ റഫ്യൻസിനെ, ഈ റേപ്പിസ്റ്റുകളെ അവർ 3 മുനിമാർ അല്ലെങ്കിൽ 3 സന്യാസിമാർ എന്ന് പരിഹാസത്തോടെ വിളിക്കുന്നു. ആൻഡ് റൈറ്റർ കണക്ട്സ് ഇറ്റ് വിത്ത് ദ ലൈഫ് ഓഫ് സത്യവതി, ഹു ഇസ് നോൺ എസ് മത്സ്യഗന്ധി, എ ക്യാരക്ടർ ഫ്രം മഹാഭാരത. എന്നിട്ട് ഈ ഇൻസിഡൻറ്റിനെ സത്യവതിയുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നു. സത്യവതിയുടെ ലൈഫുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യുകയാണ്. സത്യവതി എന്ന് പറയുന്നത് ശന്തനു രാജാവിൻ്റെ ക്വീൻ ആയിരുന്നു. അതായത് പാണ്ഡവരുടെയും കൗരവരുടെയും ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിരുന്നു സത്യവതി ശരിക്കും ഒരു കിങ്ങിൻ്റെ ഡോട്ടറായിരുന്നു. ശാപത്താൽ മത്സ്യഗന്ധം ദേഹത്ത് വന്നതാണ്. സത്യവതി ഫെറിയിങ് മീൻസ് കടത്താണ്. വള്ളത്തിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നൊരു ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. ആ സമയത്താണ് പരാശര മുനി സത്യവതിയെ കാണുകയും അവളുടെ മത്സ്യഗന്ധത്തിൽ അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യത്തിൽ ആകർഷനായിട്ട് ആ മത്സ്യഗന്ധം മാറ്റി കസ്തൂരി ഗന്ധം കൊണ്ടുവരികയും ചെയ്തു. ആ ഒരു റിലേഷൻഷിപ്പിൽ ജനിച്ച മകനാണ് വ്യാസൻ. പിന്നീട് ശന്തനു മഹാരാജാവ് വിവാഹം കഴിക്കുകയും അതിൽ ഭീഷ്മർ ജനിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതാണ് ആ ഒരു കഥ. സോ ആ ഒരു കഥ നിങ്ങൾക്ക് വേണമെങ്കിൽ വിക്കിപീഡിയയിൽ സത്യവതി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറി കാണാൻ പറ്റും. നിങ്ങൾക്കത് വായിക്കാനും പറ്റും. ഓക്കെ. The narrator compares it to the deplorable plight of present-day Malsegandhis. They are marginalized by the society and are often looked down upon only because they bear a fish stink. ഈ ഒരു കഥയുമായിട്ട് ഇന്നത്തെ ഫിഷർ വുമണിനെ കണക്ട് ചെയ്യാണ് റൈറ്റർ ചെയ്യുന്നത്. She adds the ruffians who rape them in the market even in the broad light are not bothered about their fish stink. അതായത് ആ ഫ്ലോറി എന്നുള്ള മത്സ്യം വിൽക്കുന്ന സ്ത്രീയെ റേപ്പ് ചെയ്ത പുരുഷന്മാർ അവരൊരിക്കലും ഇവളുടെ ഫിഷ് സ്റ്റിങ്ക്, സമൂഹത്തിൽ പൊതുവെ മീൻ സ്മെൽ എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും റേപ്പിസ്റ്റിന് അതൊന്നും ഒരു പ്രശ്നവുമല്ല. ശരിക്കും മത്സ്യഗന്ധമുള്ള സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ആകർഷനായി പരാശര മുനി അവരെ അപ്രോച്ച് ചെയ്തതുപോലെയാണ് ഇതും എന്ന് റൈറ്റർ പറയുകയാണ് ചെയ്യുന്നത്. എല്ലാവരും സ്ത്രീയെ വെറുമൊരു സെക്സ് ഒബ്ജക്റ്റായിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുന്നു എന്നുകൂടി പറയുന്നു. Thus, through this play, Sajitha Madathil made a good effort to spotlight the difficulties faced by people living in lower strata of our society. നമ്മുടെ സൊസൈറ്റിയിൽ താഴെ തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ കാണിക്കുന്നതിൽ ശരിക്കും സജിത മഠത്തിൽ വിജയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലേയിലൂടെ. ഷി പിക്ചേഴ്സ് ദ റിയൽ ലൈഫ് ഓഫ് അരയ കമ്മ്യൂണിറ്റി ആൻഡ് ദർ പതറ്റിക് പ്ലൈറ്റ്. അരയ കമ്മ്യൂണിറ്റിയുടെ റിയൽ ലൈഫും അവരുടെ വളരെ സങ്കടകരമായിട്ടുള്ള ജീവിതവുമാണ് ഈ ഒരു പ്ലേയിലൂടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ എസ്സേ നിങ്ങൾക്ക് എസ്സേ ആയിട്ട് എഴുതാം, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇതിൽ മോഡേണൈസേഷൻ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
പിന്നെ ലെജൻഡ്, ആ ലെജൻഡിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, സത്യവതിയുടെ ലെജൻഡ്. അതുപോലെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഫിഷർ വുമൻ അനുഭവിക്കുന്ന ദുരന്തങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ പോയിന്റ്സ് ആക്കി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.